ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് മിസ് ഒരു റിവിഷൻ ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം ചാപ്റ്റർ വൈസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. പക്ഷെ പരീക്ഷാ ഹാളിൽ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ തരുമ്പോൾ പല കുഞ്ഞുങ്ങൾക്കും ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മിസ്സ് ചാപ്റ്റർ വൈസ് അല്ല മിക്സ് ചെയ്ത് ആദ്യം 15 MCQ വരും. അതൊക്കെ നമുക്ക് എങ്ങനെ സ്പീഡ് ചെയ്യാമെന്ന് നമുക്കൊന്ന് ഒരുമിച്ച് ട്രൈ ചെയ്യാം. ഓക്കെ, കണ്ടോ മിസ് എഴുതിയ ഹെഡിങ് കണ്ടോ? ഗോഡ് ഓഫ് ഹെവൻ വിൽ ഗിവ് യു സക്സസ്. നമുക്ക് വിജയം തരാൻ സ്വർഗത്തിലൊരു ദൈവമുണ്ട്. നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാകുകയും പഠിക്കാൻ തയ്യാറാകുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറെ കാണിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. ഓക്കെ, നമുക്ക് ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾ റെഡിയാണോ? റൈറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനെ പെട്ടെന്ന് ബോർഡിൽ നിന്ന് കോപ്പി ചെയ്തോണം കേട്ടോ. വിമല ഹാഡ് എ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ഡെപ്പോസിറ്റഡ് ₹1000. അപ്പോൾ ഉടനെ ഞാൻ എഴുതി P=1000 പെർ മന്ത്. നിങ്ങൾക്കറിയാം റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ ഡിപ്പോസിറ്റ് പെർ മന്ത് ആണ്. 2 years എന്ന് എഴുതിയപ്പോൾ ഞാൻ ഉടനെ എഴുതി 2 years ഈസ് ഈക്വൽ ടു 24 months and the rate of interest R is equal to 10%. First you copy the terms given in the question. എന്നിട്ട് നിങ്ങൾ വായിക്കണം. ദെൻ ദ മെച്യൂർഡ് വാല്യൂ. ചില ക്വസ്റ്റ്യന് വെറും ഇൻട്രസ്റ്റേ ചോദിക്കത്തുള്ളൂ. ഇവിടെ മെച്യൂരിറ്റി. റൈറ്റ് ദ ഫോർമുല. ഞാൻ എല്ലാം മിസ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക. മെച്യൂരിറ്റി വാല്യൂ ഇസ് ഈക്വൽ ടു NP പ്ലസ് N ഇൻറ്റു N+1/2 ഇൻറ്റു P ഇൻറ്റു R/12 ഇൻറ്റു 100. റൈറ്റ്. 24 ഇൻറ്റു 1000. കൈ സ്പീഡിൽ ഓടിക്കണം കേട്ടോ. 24 ഇൻറ്റു N+1 24+1 എന്നൊന്നും എഴുതാൻ നിൽക്കണ്ട. 24 ഇൻറ്റു 25/2 ഇൻറ്റു 1000 ഇൻറ്റു റേറ്റ് ഈസ് 10/12 ഇൻറ്റു 100. നിങ്ങൾ കോപ്പി ചെയ്യുന്നതെന്ന് പറഞ്ഞേ. ദെൻ ആദ്യം ഈ 24 ഇൻറ്റു 1000 അങ്ങ് ചെയ്ത് വയ്ക്കണം. 24,000. ഇപ്പോൾ 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ തന്നെ 1 മാർക്ക് വീഴും. ഓക്കെ ആയോ? പ്ലസ് ഞാൻ പ്ലസ് ഇടുന്ന കണ്ടോ, ഇച്ചിരി മാറ്റി. 12 2s are 24. 2 and 2 ക്യാൻസൽ. 100 0 0 0 0. എന്തോ കിട്ടി എനിക്ക്? 2500. വെൻ യു ആഡ് ചെയ്യുമ്പോഴും ഞാൻ കണ്ടു പരീക്ഷാ ഹാളിൽ ആഡ് ചെയ്തപ്പം ടേംസ് ഒക്കെ കുറയുന്നവരെ ഞാൻ കണ്ടു കേട്ടോ. അതുകൊണ്ട് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ നന്നായിട്ട് ചെയ്യണം. ഇവിടെ നോക്കിക്കേ, ഒരു 26,500 ഉണ്ടോ ഓപ്ഷൻ എന്ന്? 26,500 rupees. ഓക്കെ, നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇച്ചിരി സ്പീഡ് ചെയ്ത് തുടങ്ങിക്കോണം കേട്ടോ. ദ ലിസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 885. ലിസ്റ്റ് പ്രൈസ് അല്ലേ, മാർക്ക്ഡ് പ്രൈസ് 885. ദ GST ഈസ് 18%. സമ്മതിച്ചല്ലോ. അപ്പോൾ നമുക്കറിയാം SP എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി കൂടുതൽ കൊടുക്കും. ബട്ട് വാട്ട് ഹാപ്പൻ ഹിയർ? Then the shopkeeper reduced the price of the article and sells the article at 885 inclusive GST. പക്ഷേ ഇയാൾ ലിസ്റ്റ് പ്രൈസ് 885 ആണ്, GST 18% തരണമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ഈ ഷോപ്പ് കീപ്പർ പറയുന്ന ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർലൈൻ ദാറ്റ് വേർഡ്. 885 ഇൻക്ലൂസീവ് GST എന്ന് പറഞ്ഞാൽ that LP changes to SP ആയിട്ട് മാറുക. ഓക്കെ ആയോ? ദെൻ വാട്ട്സ് എ ഫോർമുല? SP. ഇതൊന്ന് കാണാൻ പഠിച്ചു വെച്ചേക്കണം. SP ഈസ് ഈക്വൽ ടു, യു നോ ദാറ്റ്, LP പ്ലസ് R/100 ഓഫ് LP ആണ്. വി ക്യാൻ ടേക്ക് ദിസ് LP ഔട്ട്സൈഡ് ഓർ യു ക്യാൻ പുട്ട് ദാറ്റ് ആസ് X into 1 plus R/100. Okay, then what is SP? 885 is equal to X into 1 plus 18/100.
എക്സ് ഇൻറ്റു ഇവിടെ ക്യാൻസൽ ഒന്നും ചെയ്യരുത്. എളുപ്പമാർഗ്ഗം എപ്പോഴും 100 + 18 118/100. യു നോ ദാറ്റ് യു ക്യാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണല്ലോ. 885 ഇൻറ്റു 100/118 ഈക്വൽ ടു എക്സ്. സൈഡിലോട്ട് ചെയ്തോ. ഐ തിങ്ക് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 750. കിട്ടിയവരുണ്ടോ എന്ന് നോക്കിയേ. 750. ദെൻ വാട്ട് ഈസ് ദ റിഡക്ഷൻ നീഡഡ്? 885 ആയിരുന്നു ഇൻക്ലൂസീവ് ഓഫ് എന്ത്? GST. അവന് 750യെ LP ആക്കിയെങ്കിൽ മാത്രമേ 885 ഇൻക്ലൂസീവ് ഓഫ് കണ്ടോ ₹135. അങ്ങനെയാണ് ആൻസർ വന്നത്. നോക്കിക്കേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന്. ഓക്കെ, ഡൗൺ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രോബ്ലം പറയുമ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പം സാധാരണ കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ 8th പഠിച്ച പ്രപ്പോർഷണൽ കയറി വരുന്നു അല്ലേ. റേഷ്യോ ആൻഡ് പ്രപ്പോർഷനാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് ഓർത്തോണം. റേഷ്യോ ഇല്ല, നമുക്ക് പഠിക്കാൻ പ്രപ്പോർഷനേ ഉള്ളൂ. പ്രപ്പോർഷൻ എന്ന് പറയുമ്പം ഡയറക്റ്റ് പ്രപ്പോർഷനുണ്ട്, ഇൻവേരിയൻറ്റ് പ്രപ്പോർഷനുണ്ട്. അപ്പോൾ ഇവിടെ അവർ തന്നിട്ടുണ്ട് ദിസ് ഈസ് ഡയറക്റ്റ് പ്രപ്പോർഷൻ. അപ്പം ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് എ ക്വസ്റ്റ്യൻ ഈസ് ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണെങ്കിൽ x/y ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് ശ്രദ്ധിക്കണേ. ഇഫ് ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് പ്രപ്പോർഷൻ ആണെങ്കിൽ എക്സ് ഇൻറ്റു വൈ ആണ് കെ. മറക്കരുത് രണ്ടും. x/y ഈക്വൽ ടു കെ ആണ് ഡയറക്റ്റ് പ്രപ്പോർഷൻ വന്നാൽ. ക്വസ്റ്റ്യനകത്ത് ഇൻവേഴ്സ് പ്രപ്പോർഷൻ അല്ലെ ഇൻഡയറക്റ്റ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ആണ് കെ. ദിസ് ഈസ് ഇൻവേഴ്സ് ഓർ ഇൻഡയറക്റ്റ് പ്രപ്പോർഷൻ, ഇൻവേഴ്സ് പ്രപ്പോർഷൻ. ഓക്കെ, ഇവിടെയൊക്കെ MCQ ആ കുഞ്ഞുങ്ങളെ. ഇതൊന്നും ചെയ്തു നോക്കേണ്ട കാര്യമില്ല. 20യെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 40 കിട്ടി? 20 × 2 ആണോ? പിന്നെ ഇവിടെ തന്നേക്കുന്നത് ഒരു 14 × 2 ആണോ? ഇവിടെ എല്ലാം 2. 11 × 2 കിട്ടിയോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് 17 × 2? ഉടനെ ചെയ്യാനായിട്ട് പേപ്പറും പേനയും കൊണ്ട് പോകണ്ട. 17 × 2 ഈസ് 34. 34 ഓപ്ഷൻ ഉണ്ട്. താണ്ടേ ഇവിടെ ഒരു 34 കണ്ടോ? വേറെ ഒരു ഓപ്ഷനും 34 ഇല്ല. അപ്പോൾ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. നോക്കിക്കേ, എന്നിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും? 2 കൊണ്ട് 5നെ. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ. കറക്റ്റ് ആയല്ലോ. ഓക്കെ, ഇനി അടുത്ത പെട്ടെന്ന് വന്നേ. സം ഓഫ് ദ ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദ AP. അപ്പോൾ ഉടനെ എഴുതണം A ഈസ് ഈക്വൽ ടു 8 അല്ലേ. APയുടെ ഒക്കെ ഒരുപാട് ക്ലാസ്സുകൾ മിസ് എടുത്തിട്ടുണ്ട്. A ഈസ് ഈക്വൽ ടു 8. D ഈസ് ഈക്വൽ ടു 4 - 8. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. മറക്കരുത്, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. -4 ആ കിട്ടുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഫോർമുല? SN ഈസ് ഈക്വൽ ടു ഉറച്ച് പറഞ്ഞോ, n/2 ഇൻറ്റു 2a പ്ലസ് n - 1 ഇൻറ്റു D. പലർക്കും അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ആയിരിക്കും, പക്ഷേ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തെങ്കിലേ മാത്സിൻ്റെ കാര്യം. അപ്പം S10 10/2 ഇൻറ്റു 2 ഇൻറ്റു 8 പ്ലസ് n - 1 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു -4. ഓക്കെ, 5 ഇൻറ്റു 16 - 36 കിട്ടിയവരുണ്ടോ? വാട്ട് ഈസ് 16 - 36? കുറച്ച് പറഞ്ഞേ മോനെ. യെസ്, -20. Therefore the option is -100. ഒരു മിനിറ്റ് പോലും ഒരെണ്ണത്തിന് എടുക്കരുത്. MCQ അല്ലേ. ഓക്കെ, ദെൻ the line represented by the equation 3x minus 8y equal to 2 passes through the point K2 എന്നാ തന്നേക്കുന്നത്. അപ്പോൾ ഇത് ഒരു ടോപ്പിക്ക് പഠിക്കേണ്ടതാണ്, നിങ്ങൾ അറിയേണ്ടതാണ്. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ, വാട്ട് ഈസ് ദ ഗ്രാഫ് ഓഫ് ദ ലീനിയർ ഇക്വേഷൻ? അങ്ങനെ ചോദിച്ചാലോ, നമുക്ക് ഇക്വേഷൻ ഓഫ് എ ലൈൻ ഉണ്ട്. The graph of a linear equation is always a straight line. മറന്നു പോകരുത്, എഴുതിയിട്ടോ. The graph of a 9 പഠിക്കുന്ന ടോപ്പിക്കാണ്. ഇതൊക്കെ നമുക്ക് 10ലൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് ചോദിക്കാൻ പറ്റും കേട്ടോ. The graph of a
ലീനിയർ ഇക്വേഷൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് തന്നാൽ എക്സിന് കെ എന്നും വൈക്ക് 2 എന്നും കൊടുത്തോ. മിസ് പറയുന്ന അനുസരിച്ച് നിങ്ങൾ ഇരുന്നങ്ങ് ചെയ്തോ. 3k - 8 × 2 = 2, 3k - 16 = 2. ഒരു സ്റ്റെപ്പും ചാടി അങ്ങോട്ട് പോകണ്ട. സ്റ്റെപ്പായിട്ട് എഴുതുവാണെങ്കിൽ ഒന്നും തെറ്റത്തില്ല. 3k = 18 മീൻസ് k = 6 കിട്ടിയോ? 6 ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. യെസ്. ഇനി അടുത്തത് നോക്കിക്കേ. അജയ് ഓൺസ് 560 ഷെയർസ്. അതിൻ്റെ മലയാളം എന്താ? അജയ് 560 ഷെയർസ് അജയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ നമ്പർ ഓഫ് ഷെയർ അല്ലേ? എന്ത് നല്ല ചാപ്റ്ററാണെന്നറിയാം. മിസ്സിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചാപ്റ്ററായിരുന്നു. അജയ് ഓൺസ് 560 ഷെയർസ്. ദ ഫേസ് വാല്യൂ ഓഫ് ഈച്ച് ഷെയർ ഈസ് 25. ഫേസ് വാല്യൂവിന് വിളിക്കുന്ന മറ്റൊരു പേരെന്താ? നോമിനൽ വാല്യൂ 25. ഡിക്ലെയർസ് എ ഡിവിഡൻഡ് ഓഫ് 9%. അത്രയും തന്നത് ഞാൻ എഴുതുന്നു. ദാറ്റ് അജയ് വിൽ ഗെറ്റ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദ ഡിവിഡൻഡ് ദാറ്റ് അജയ് വിൽ ഗെറ്റ് എന്നേ ഉള്ളൂ. ദാറ്റ് മീൻസ് ആനുവൽ ഇൻകം ഓഫ് അജയ് ആണ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്ന ആനുവൽ ഇൻകം. വാട്ട്സ് ദ ഫോർമുല? കുറച്ച് പറഞ്ഞ് പലർക്കും അറിയാം. നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു നോമിനൽ വാല്യൂ ഇൻറ്റു D/100. 560 ഇൻറ്റു 25 ഇൻറ്റു 9/100. 25 ഇൻറ്റു 4 ആയിരുന്നു 100. ഇസ് ഇറ്റ്? 4ഉം 14 ആണോ? 140. മൾട്ടിപ്ലൈ ചെയ്തേ. 0 1260. പെട്ടെന്ന് ചെയ്തേ. വെരി ഗുഡ്. നമ്മൾ 6 പ്രോബ്ലമായി അല്ലേ? 2 മിനിറ്റ് വെച്ചെടുത്തു. സമയം ഇച്ചിരി പോയി. മിസ് വർത്താനം കൂടുതലായിരുന്നു. In the given figure, the height of the boy is 1.8 and the height നോക്കിക്കോ, ഫിഗർ അങ്ങ് നോക്കിക്കോ. ഈ ബോയ് നിൽക്കുന്നത് PS ആണ്. മറ്റേ ടവറിൻ്റെ ഹൈറ്റ് 14.8. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോണേ. ദെൻ ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ്. ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ? ഒരു വ്യക്തി താഴെ നിന്നുകൊണ്ട് മുകളിലോട്ട് നോക്കുമ്പോൾ ഫോം ചെയ്യുന്നതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. കണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ വരച്ചൂടെ? ആംഗിൾ ഓഫ് എലിവേഷൻ വേണമെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വേണം, ഈ റേ വേണം. Therefore, this is actually angle of elevation theta. ഇനി നോക്കിക്കേ, ഞാൻ ഇവിടെ ഇത് കട്ട് ചെയ്തപ്പം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്തോ മോനെ. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായി? ഇതെന്തെങ്കിലും വേറെ ഒരു പേരൂടെ. ST 13√3 തന്നെ അല്ലേ ഇവിടെ? ഇനി നോക്കിയേ മോനെ, പെട്ടെന്ന് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ഒന്ന് കാണുമ്പോഴേ പല പിള്ളേരും ചെയ്യത്തില്ല. 1.8 ഇവിടെ, മൊത്തം 14.8. അപ്പോൾ ഇത്രയും കട്ട് ചെയ്തു. ആംഗിൾ ഓഫ് എലിവേഷനകത്ത് താണ്ട് ഈ RT മതി. അപ്പോൾ 14.8 1.8 കുറച്ചാൽ 13 കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? കണ്ടോ? അവരെന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ ഇട്ടേക്കുന്നതെന്ന് നോക്കിക്കേ. വാട്ട് ഈസ് ദ സൈഡ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്? ആരുറച്ചു പറയും? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ഈസ് ടാൻ തീറ്റ ഈസ് 13/13√3. എപ്പോഴും ഓർത്തോണം, MCQ നിങ്ങൾക്ക് എന്ത് ചാപ്റ്റർ അറിയാമെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ബേസാണ് 13 വെട്ടിപ്പോയപ്പോൾ 1/√3 കിട്ടിയവരുണ്ടോ? ദാറ്റ് മീൻസ് ടാൻ തീറ്റ. ടാൻ എവിടെയാണ്? 1/√3. യെസ്, ടാൻ 30. ദാറ്റ്ഫോർ തീറ്റ ഈസ് 30 ഡിഗ്രി. കണ്ടോ? ഓരോരുത്തർ മാർക്ക് മേടിക്കുന്നത് ഇതുകൊണ്ടാ. 80 80 മേടിക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് അറിയാമോ? പെട്ടെന്ന് പറയാനേ ഉള്ളൂ. ദ മീഡിയൻ ഓഫ് എ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഫൗണ്ട് ഗ്രാഫിക്കലി ബൈ ഡ്രോയിങ് ലീനിയർ ഗ്രാഫ്, ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, അക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഏതാ? മീഡിയൻ കാണാൻ മിസ് ഒരു എസ് കർവ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലേ? അപ്പോൾ അതൊന്ന് ഓർത്തോ. എസ് കർവ് വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുമായിട്ട് ബന്ധമല്ല. അപ്പർ ലിമിറ്റ് അലോങ് എക്സ് ആക്സിസ് ആൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അലോങ് വൈ ആക്സിസ് ആണെന്ന് മറക്കരുത് കേട്ടോ. അപ്പർ ലിമിറ്റ് അലോങ് എക്സ് ആക്സിസ്, ക്യുമുലേറ്റീവ്. അപ്പോൾ ഇവിടെ വരയ്ക്കുന്ന എസ് കർവിന് വിളിക്കുന്ന പേര്
ക്യുമുലേറ്റീവ് കാരണം അവിടെ CF ആണ് നമ്മൾ എഴുതുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ഓർ വേറെ ഒരു വാക്ക് എന്തായിരുന്നു? ഒജീവ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മിസ് മറ്റേ ക്വസ്റ്റ്യനോടൊന്ന് പറയട്ടെ. ടു ഫൈൻഡ് ദ മോഡ് ഓഫ് എ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി കർവ്, മോഡ് കാണാൻ നമ്മൾ വരയ്ക്കുന്നത് ഒജീവാണോ? അല്ല. വി ഡ്രോ, പറഞ്ഞോ, ഹിസ്റ്റോഗ്രാം. കണ്ടില്ലേ? ഹിസ്റ്റോഗ്രാം ഇങ്ങനെ വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു, നടുക്കോട്ട്. ഓക്കെ. ഇപ്പോൾ 2 കാര്യവും ചോദിക്കാൻ നല്ല ക്വസ്റ്റ്യനാണ്. കാരണം ഒരു സെക്കൻഡ് കൊണ്ട് എഴുതേണ്ട കുറച്ച് ക്വസ്റ്റ്യനും കാണും. To find the median, we draw cumulative frequency curve. To find the mode, we draw histogram. ഇവിടെ ലീനിയർ ഗ്രാഫും ഫ്രീക്വൻസി പോളിഗണൊന്നും 10ന്റെ സിലബസിൽ പോലും ഇല്ല. Then what's the next question? ആരോടച്ച് വായിക്കും? A is any matrix of the same order as that of I. I means that is a unit matrix. I എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം the matrix 1 0 0 1. ഓർക്കുന്നുണ്ടോ? This is I2 second order. Then A into I equal to I into A equal to A. അല്ലേ? ഏതൊരു മെട്രിക്സിനെയും യൂണിറ്റ് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? A ആ കിട്ടുന്നത്. പലർക്കും ട്രാൻസ്പോസ് ആയിരുന്നു ആൻസർ. ട്രാൻസ്പോസ് അല്ല കേട്ടോ. ഓക്കെ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ട്രാൻസ്പോസ്? Transpose means interchange the row into column, column into, interchange rows and columns. Okay. Next. The coordinates of the point Q obtained from reflection P for 1 in the line y equal to 3. അറിയേണ്ട കാര്യം പെട്ടെന്ന് എഴുതിക്കോ. P XY, PXY തന്നെ കൊടുക്കും. XYയെ ഇൻ ദ ലൈൻ, ഇവിടെ അല്ല, ആദ്യത്തെ ഞാൻ പഠിപ്പിക്കുവാണ്. X ഈക്വൽ ടു A ആണ് റിഫ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ P ഡാഷ് ഈസ് 2A മൈനസ് എക്സ് കോമ വൈ ആണെന്ന് മറക്കരുത്. X ഈക്വൽ ടു എഴുതിയാൽ X ആണ് ചേഞ്ച് ചെയ്യുന്നത്. കാരണം X ഈക്വൽ ടു A എന്ന് പറയുമ്പോൾ ഇതാണ് റിഫ്ലക്ഷൻ എലോങ് Y ആക്സിസ് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഇവിടെ ചോദിച്ചേക്കുന്നത് PXY ഇൻ ദ ലൈൻ Y ഈക്വൽ ടുയിലാണെങ്കിൽ, Y ഈക്വൽ ടു എയിലാണെങ്കിൽ P ഡാഷ് ഈസ് എക്സ് കോമ 2A മൈനസ് വൈ ആണ്. ഫോർമുല 2 ഓർത്തിരിക്കണേ, വരാൻ നല്ല ക്വസ്റ്റ്യനാണ്. സോറി, നോക്കിയോ. P41 the line y equal to 3. ആര് പറയും? P ഡാഷ് ഈസ് എക്സിന് മാറ്റമില്ലെന്ന് മിസ് പറഞ്ഞു. 4, 2 ഇൻറ്റു എക്ക് പകരം ഇവിടെ 3 ആണ്. 2 ഇൻറ്റു 3 മൈനസ് വൈ 1. P ഡാഷ് ഈസ് 4, 2 3s are 6 മൈനസ് 1 5. 4 5 ഉണ്ടോ നോക്ക് ആൻസർ. കണ്ടോ? പെട്ടെന്ന് സമയം എന്ത് പെട്ടെന്ന് ഓടിപ്പോകുന്നു. ഇഫ് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ, വാട്ട് ഇസ് ദ മീനിങ് ഫാക്ടർ? എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ മീൻസ് എഫ് ഓഫ് 1 ഈക്വൽ ടു 0, റൈറ്റ്? എഫ് ഓഫ് എക്സ് കോപ്പി ചെയ്യണം. 2x² മൈനസ് AX മൈനസ് 1. എഫ് ഓഫ് 1 മീൻസ് 2 ഇൻറ്റു 1² മൈനസ് A ഇൻറ്റു 1 മൈനസ് 1. 2 മൈനസ് A മൈനസ് 1. ഇവിടെ എന്താ എഴുതണമായിരുന്നു? 0. ഫാക്ടർ മീൻസ് 0. 2 ഇന്ന് 1 പോയാൽ 1 മൈനസ് A ഈക്വൽ ടു 0 ഇംപ്ലൈസ് മൈനസ് A അപ്പുറത്ത് പോകുമ്പോൾ A ഈക്വൽ ടു 1. 1 ഓപ്ഷൻ ഉണ്ടോ? യെസ്. റൈറ്റ് ദ നെക്സ്റ്റ് വൺ. 2 vertices of a triangle are given. അല്ലേ? ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുക. 2 vertices തന്നിട്ടുണ്ട്. എന്താണ്? -1 2 2 7. അപ്പോൾ നമുക്കറിയാം തേർഡ് ഒരു വെർട്ടെക്സ് ഉണ്ട്. ആൻഡ് എന്തെങ്കിലും ഞാൻ കൊടുത്തുന്നു XY അല്ലേ? ബട്ട് ഇറ്റ് സെൻട്രോയിഡ് ഈസ് ഗിവൺ. സെൻട്രോയിഡ് ഈസ് അറ്റ് ദ ഒറിജിൻ. വാട്ട്സ് ദ മീനിങ് ഒറിജിൻ? 0 0 എന്നാ. വാട്ട്സ് ദ ഫോർമുല? സെൻട്രോയിഡ് G. പറയാമോ? x1 plus x2 plus x3 by 3 y1 plus y2 plus y3 by 3. അതാണ് തന്നേക്കുന്നത് 0 0. ഓക്കെ, പെട്ടെന്ന് ചെയ്യണം ഇത്. -1 + 2 + x by 3 കോമ പറഞ്ഞു 2 + 7 + y by 3. ഇതാണ്
0 0. ഓക്കെ ആകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ 2 കിട്ടും. 2 + x / 3 = 0. പെട്ടെന്ന് ഞാൻ ചെയ്യുക. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 എഴുതിയവരുണ്ട്. 0 × 3 ആരാ? 0 × 3 is 0. Therefore x + 2 = 0 means x = -2. കിട്ടിയോ? -2 ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെ എന്ത് പറ്റി? ശ്രദ്ധിച്ചേ, ഇവിടെ എന്താ ചെയ്തേ മിസ്സ്? 2 - 1 എഴുതേണ്ടതാ. കണ്ടോ? മിസ്സ് സ്പീഡിൽ ഓടിയപ്പോൾ മിസ്സിനും തെറ്റി. 2 - 1 1 + x / 3 = 0 means 1 + x = 0, x = -1 കേട്ടോ. കറക്റ്റ് ചെയ്തു. ഇനി ഇവിടെ നോക്കിയാൽ 2 + 7 is 9 + y = 0 means y = -9. Therefore the correct option is -1 -9. അല്ലേ? ഓക്കെ. ഞാൻ അടുത്ത സർക്കിളെന്ന് കണ്ടപ്പോഴേ പേടിയാണ്. നോക്കിയേ, ഫിഗർ നോക്കിയേ. ഇവിടെ ഒരു 55 പി ക്യു ആൻഡ് പി ആർ ടാൻജൻസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ടാൻജൻസ് ഓഫ് ഈക്വൽ ഈക്വൽ ലെങ്ത് എന്ന. അപ്പം ഇതിൻ്റെ കൂടെ അല്ലാതെ ഇവിടെ 10 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? പി ആറും 10 ആയിരിക്കും. അതൊന്നും ഇപ്പം ചോദിച്ചിട്ടില്ല. നോക്കിക്കേ കുഞ്ഞുങ്ങളെ, ഈ ആംഗിൾ 55 ആണെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇതും 55 ആയിരിക്കും. മറന്നു പോകരുത്. കാരണം OP ഡിവൈഡ്സ് ദിസ് ക്വാഡ്രിലാറ്ററൽ കേട്ടല്ലോ. അന്നേരം ഇത് 55. വാട്ട് ഈസ് 55 + 55? 110 ആണ് ഇവിടുത്തെ മൊത്തം ആംഗിൾ. ഈ ആംഗിൾ O + ആംഗിൾ P എപ്പോഴും ആംഗിൾ O + ആംഗിൾ P, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ആയതുകൊണ്ടാണ് 1 ലെറ്ററിൽ എഴുതുന്നത്, 180 ആയിരിക്കും. അപ്പോൾ ആംഗിൾ O 110 ആണെങ്കിൽ ആംഗിൾ P എത്ര? 180 - 110 = 70 degree. Okay. Then next question. The probability that a number selected at random from the numbers 1, 2, 3, 15 is a multiple of 4. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും യെസ് കേട്ടല്ലോ. 1, 2, 3 etc. 15. അപ്പോൾ ഉടനെ n(s) എഴുതണം. 1 മുതൽ 15 വരെ 15 നമ്പർ. അല്ലെങ്കിൽ ഫോർമുല ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ +1. 15 - 1 +1. 15 1 പോയാൽ 14 + 1 15. ഓക്കെ. ഇനി മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് എഴുതിക്കേ. A = മൾട്ടിപ്പിൾ ഓഫ് 4 പറഞ്ഞ ഈ ടേബിളിൽ 1 4 4 8 12 16 ഇല്ല 3 ആണോ? Therefore n(a) is equal to 3. Therefore probability of getting a multiple of 4 is പറഞ്ഞു n(a) / n(s). ഫോർമുല മറക്കരുത്. n(a) / n(s). പലർക്കും n(s) / n(a) ഞാൻ കണ്ട് അല്ലേ? n(a) / n(s). അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയായിരുന്നു? 3/15 എന്ന് എഴുതിയാൽ നോ മാർക്ക്. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1/5 കിട്ടും. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വന്നു. The difference in class mark of the model class and the median class of the following frequency distribution table is 0. ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് മോഡൽ ക്ലാസ് കാണുന്നതെന്ന്. മോഡൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് മോഡൽ ക്ലാസ് കേട്ടല്ലോ. മീഡിയനും എടുക്കുമ്പോഴും ഇത് തന്നെ കിട്ടും. therefore the answer is 0 കിട്ടും. പക്ഷേ മോഡൽ ക്ലാസ് ആൻഡ് മീഡിയൻ ക്ലാസ് ആർ ഓൾവേസ് ദ സെയിം ഫോർ എ ഗിവൺ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എല്ലായ്പ്പോഴും അത് ശരിയല്ല. അതുകൊണ്ട് A is true and R is false. ഓക്കെ. ഇത്രയും സമയം കൊണ്ട് നമുക്ക് 15 MCQ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്ലാസ് കാണുക കേട്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കമൻറ്റും ചെയ്യണം. എന്നാലേ മിസ്സിന് അടുത്ത ക്ലാസ് ഇടാൻ ഒരു പ്രേരണ ഉണ്ടാകത്തുള്ളൂ. എന്തായാലും കൊള്ളാം, നന്നായിട്ട് പഠിക്കുക. ദൈവം കൂടെ ഉണ്ടെങ്കിൽ വിജയം ഉറപ്പ അല്ലേ? ഗോഡ് ഓഫ് ഹെവൻ വിൽ ഗിവ് മീ സക്സസ് എന്ന് പറഞ്ഞു തന്നെ നടക്കണം. ഗോഡ് ഓഫ് ഹെവൻ വിൽ ഗിവ് മീ സക്സസ്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ മൈ ലോർഡ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തീകരിക്കുന്ന ദൈവം മുഖാന്തരം ഞാൻ എല്ലാ വിഷയവും നന്നായിട്ട് പഠിച്ച് എൻ്റെ പപ്പായുടെയും അമ്മയുടെയും അധ്യാപകരുടെയും
പ്രതീക്ഷയ്ക്കൊത്ത് ഞാൻ ഉയരുമെന്ന് ഉറച്ചോണ്ട് ഈ ദിവസങ്ങളിൽ പഠിക്കണം. കാണാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.